ഞാനില്ലേ സാധനം വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ മിക്കവാറും കണ്ണൂർ മാത്രമേ പോകാറുള്ളൂ കേട്ടോ. എനിക്ക് കമ്പിൽ പോയിട്ട് വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ അംഗൻവാടിയിലേക്ക് ടീച്ചർക്കും ഹെൽപ്പർക്കെല്ലാം സാരി കൊടുക്കണം എന്നുള്ള ഒരു ഇതിൽ നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. എല്ലാവരും കൂടി ഇറങ്ങി തരും. നമ്മൾ ആദ്യമായിട്ട് അംഗൻവാടിയിൽ നിന്ന് എല്ലാവരും കൂടി ഇറങ്ങുന്നത് കേട്ടോ. നമ്മളങ്ങനെ ഇതുവരെയായിട്ടും അങ്ങനെ പുറത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം നല്ല കമ്പനി ആയതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ഇറങ്ങി. അങ്ങനെ എന്താ കമ്പിലി ഓർമ്മ എന്നു തോന്നുന്നു ഷോപ്പിൻ്റെ പേര്. അങ്ങനെ അവിടെ പോയി നോക്കുമ്പോഴത്തേനും ചുരിദാറിൻ്റെ സെറ്റിനെല്ലാം നല്ല റേറ്റ് കുറവായിരുന്നു. നല്ല കളക്ഷനും ഉണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് 500 വരും ബോധി പൈസ. നല്ല തുണിയാണ്. 1000-ൻ്റെയാണ് 990. ഇതിന്റെ പ്രൈസ് കിട്ടൂല, എടുത്തോ. ഇതെല്ലാം അങ്ങനെ കിട്ടും, പിന്നെ കിട്ടൂല. അവിടെ നോക്കുമ്പോഴത്തേനും 1000-ൻ്റെ ചുരിദാറല്ലോ 500 അങ്ങനെ 400 രൂപക്ക്. ഇനി ഈ 300 ഉള്ളൂ കേട്ടോ. നല്ലതായിരുന്നു. ക്ലോത്തും നല്ലതാ. സാധാരണ നമുക്കിങ്ങനെ കിട്ടുമ്പോൾ ക്ലോത്ത് ഒരുമാതിരി വൃത്തിയായിട്ട ക്ലോത്ത് ആയിരിക്കില്ല. ഇത് നല്ല ക്ലോത്തും നല്ലതായിരുന്നു കേട്ടോ. ഇതെങ്ങനെയാകുമ്പോൾ മാക്സിക്കലാകെ 150 ഉള്ളൂ. നമ്മൾ ഓൺലൈനിൽ തന്നെ എടുക്കുമ്പോൾ എത്രപാട് പൈസയുണ്ട്. പക്ഷെ ഇത് നല്ല റേറ്റ് കുറവായിരുന്നു. നല്ല അടിപൊളി സാധനം. എങ്ങനെയാകുമ്പോൾ ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്നില്ലേ? നല്ലുണ്ട് കേട്ടോ. ഇതുണ്ട് ടീഷർട്ട്. വലിയ ആൾക്കാരുടെ ടീഷർട്ട് കേട്ടോ. 195 രൂപയുള്ളൂ. നല്ല ടീഷർട്ട് ഇട്ട അടിപൊളിയായിരുന്നു. നമ്മളിതിനാ എൻ്റെ കയ്യിൽ ഓൾറെഡി പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഇത് 300 രൂപേൻ്റെ ആയിരുന്നു കേട്ടോ. 300 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 150 ഉണ്ട്. മറ്റേ നമ്മളെ ഹിന്ദിക്കാർ ഇതിൽ കൊണ്ടുവരുന്ന സംഭവമില്ലേ, ആ ടൈപ്പ് സാധനമായിട്ടാണ് ഉള്ളത്. പിന്നെ അത് എനിക്കത്ര ഇഷ്ടമായിട്ടില്ല. ബാക്കി എല്ലാം സെറ്റായി നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ കുറേ ഫാൻസി പോയി കേട്ടോ. ഫാൻസിന്ന് കുറച്ച് സാധനം എടുക്കാനുണ്ടായിരുന്നു. ഫാൻസിയിൽ നോക്കുമ്പോഴത്തേനും നമ്മൾ നോക്കിയ സാധനമൊന്നും ഇല്ല. പക്ഷെ ഇതെല്ലാം റേറ്റ് കുറവുള്ള സ്ഥലമല്ല കേട്ടോ. അങ്ങനെ ദിൽഷക്ക് വളയും നോക്കി കുത്തിയിരുന്നു. ഞാനും ദിൽഷയും കൂടി വള നോക്കലേനു. പിന്നെ എന്നിട്ട് നമ്മൾ ബാഗ് നോക്കാൻ പോയി. ആടെയും ബാഗ് വരുതലേനു. ബാഗും ഒരുപാടുണ്ട് കേട്ടോ. കമ്പിൽ ഇത്രപാട് സാധനം ഉണ്ടെന്ന് ഞാൻ അറിയില്ലേനു. പിന്നെ എനിക്ക് മനസ്സിലായി കമ്പിൽ ഒരുപാട് സാധനമുണ്ട്. ചെറിയ റേറ്റേ ഉള്ളൂ. അവർ എന്നിട്ട് തന്നെ റേറ്റ് നല്ലോണം കുറച്ചിട്ടെല്ലാം തരുന്നുണ്ടേനു. അടിപൊളി ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കമ്പിലേക്ക് ഇറങ്ങുന്നതല്ലേ. ഞാൻ ഇപ്പം കണ്ടിട്ട് തന്നെ അവർക്ക് കണ്ണൂരിനെയും കാട്ടി എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നു ഇവിടെ തന്നെയാണ്. ഇവിടെ അടുത്തടുത്ത് കുറേ ഷോപ്പിലുണ്ട്. നല്ല റേറ്റ് കുറവാണ്. പിന്നെ കമ്മൽ കണ്ടാൽ നമ്മളൊന്ന് പെട്ടെന്ന് സ്റ്റെക്ക് ആവുമല്ല. ഇത് നമ്മളെ സ്വഭാവമാണല്ല. അങ്ങനെ നമ്മളെല്ലാം മേടിച്ച് ചേച്ചി നമ്മൾക്ക് ഒരുപാട് റേറ്റ് കുറച്ച് തന്നിന് കേട്ടോ. പിന്നെ അപ്പത്തെ പോലെ തന്നെ വിശപ്പിൻ്റെ വിളി ഭയങ്കര ആയതുകൊണ്ട് ആദ്യമേ എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്താന്ന് ഷെയ്ക്കു സമൂസയെല്ലാം കുടിച്ച്. ഇവിടെ ഇങ്ങനത്തെ ഷോപ്സ് കുറവാട്ടോ. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ വീട്ടിലെത്തുമ്പോൾ എന്നല്ല, നമ്മൾ പിന്നെ ദിൽഷേൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ എൻ്റെ വണ്ടി ഉണ്ടായി. അപ്പോൾ ദിൽഷാൻ്റെ വീട്ടിൽ പോയിട്ട് വണ്ടി എടുക്കാൻ നോക്കുമ്പോഴത്തേനും താക്കോലില്ല. എൻ്റെ വീട്ടിൻ്റെ താക്കോലും എല്ലാം ഇല്ലതാ. നോക്കുമ്പോഴേക്ക് താക്കോലില്ല. എന്നിട്ട് ഈ ശ്രുതിയും നീതും കൂടിയിട്ട് ഓർമ്മയിൽ വെച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ഓർമ്മയിൽ പോയി നോക്കുമ്പോഴേക്ക് ഭാഗ്യത്തിന് ആടെ താക്കോലുണ്ടായിന്. എന്നിട്ട് അവർ താക്കോല് കൊണ്ടുവരുമ്പോഴേക്ക് 3:30 എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് എടുത്തെന്ന് വെച്ചാൽ പിള്ളേരെ അതിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് അംഗൻവാടി. എന്നിട്ട് പിന്നെ പിള്ളേരെയും കൂട്ടി നേരെ വീട്ടിലേക്ക് വിട്ട്. ദിൽഷാൻ്റെ അടുക്കുന്ന കേട്ടോ നമ്മൾ ചോറെല്ലാം തിന്ന്. ദിൽഷാൻ്റെ അടുക്ക പോയാലോ ദിൽഷാൻ്റെ അമ്മ ചോറും ഇതെല്ലാം തന്ന്. ദിൽഷാൻ്റെ അമ്മ നല്ല തൈരെല്ലാം തന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പണ്ട് പങ്കലെല്ലാം തിന്ന് സെയിം തൈര്. എന്ന ടേസ്റ്റ് എന്ന് പറയും. നുസ്റ്റു. അങ്ങനെ ദിൽഷാൻ്റെ വീട്ടിൽ നിന്ന് നല്ല എടുത്ത്. ദിൽഷാൻ്റെ വീട്ടിൽ കുറച്ച് ചെടിയെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ആ ചെടിയെല്ലാം പൊക്കി അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതേപോലത്തെ വീഡിയോ ഞാൻ ഇടുമായിരിക്കും, അറിയില്ല. ഭയങ്കര മടിയാണിപ്പോൾ, ഒടുക്കത്തെ മടിയാണ്. അതുകൊണ്ട് പിന്നെ വീഡിയോ ഇടണമെന്നെല്ലാം വിചാരിക്കും. പറ്റുകയാണെങ്കിൽ ഇടാട്ടാ. ബൈ.